അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിങ്ങനെ ഒരു സീന് നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മളുണ്ട്. ഇത് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പൂവാറന്തോട് മൗണ്ട് 360 റിസോർട്ടിൽ എല്ലാവരും ഒത്തുചേർന്നാണ്. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഒത്തുചേർന്നു. നമ്മുടെ ഷെഫ് ഷാൻ നമ്മുടെ ലീഫി കേരളയ്ക്ക് മൊമെൻ്റൊക്കെ കൊടുക്കുന്നു. ഇതാ നമ്മുടെ ജിംജിത്തേട്ടൻ ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. പാട്ട് നമ്മൾ വോളിയം കുറച്ചിട്ടുണ്ട്, കാരണം അത് കോപ്പിറൈറ്റ് വരുന്ന പാട്ടാണ്. ഇവർ താളമൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ഡ്രീം കേരള മീറ്റപ്പിൻ്റെ ഒരു സ്വകാര്യ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റിൻസി ചേച്ചി കുറച്ച് റെസിപ്പിയൊക്കെ പറഞ്ഞുതരും. കുറച്ച് വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിലുണ്ട്. പിന്നെ നമ്മളുടെ ജനപ്രതിനിധികൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആഘോഷമൊക്കെ ഗംഭീരമായിരുന്നു. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ മൗണ്ട് 360 എന്ന് പറയുന്ന റിസോർട്ടിലാണ്, പൂവാറന്തോടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചെറിയ സാധനം ഉണ്ടാക്കാൻ പോവാണേ. എന്താണെന്നൊക്കെ നമ്മുടെ പേരയ്ക്ക കൊണ്ടിട്ട് ഒരു സലാഡാണ്. നമ്മുടെ രാജേച്ചിയാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. സബീനുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഇത് കട്ട് ചെയ്യുവാണ്. അപ്പൊ ഇനി ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചേരുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. അതെ, സ്കിന്ന് കളയണ്ട. ഓക്കെ, നമ്മള് നമ്മുടെ ഗ്രില്ലിനുള്ള മസാല പുരട്ടി വെച്ച നമ്മുടെ ചിക്കൻ്റെ ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ അങ്ങനെ നമ്മള് ഗ്രില്ലിലോട്ട് വെക്കാം. 6 പീസ് വെച്ചാൽ മതി. ഓക്കെ, 6 പറ്റൂലെന്ന് തോന്നുന്നു. നോക്കാം, 5 പീസ് വെക്കാം. ഓക്കെ, 4 എണ്ണം പറ്റുമായിരിക്കും അല്ലേ? അല്ല, 5 പറ്റും. ഒരെണ്ണം കൂടെ പറ്റും ആ സെന്ററിൽ വെച്ചിട്ട്. കുഴപ്പമില്ല. ഓക്കെ, അടച്ചു. 2 സെറ്റ് പറ്റും കേട്ടോ. 2 സെറ്റ്. എൻ്റെ ഐഫോൺ ചൂടാവുന്നു, ഐഫോൺ ഗ്രില്ലാവുന്നു. ബാറ്ററി പ്രശ്നമൊന്നുമില്ല. കുഴപ്പമില്ല. ഇങ്ങോട്ട് വെച്ചു. നമുക്ക് ഇതൊന്ന് ആയിക്കോട്ടെ. അതിനുശേഷം തിരിച്ചു വെക്കണം. നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമ്മള് കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ വലിയൊരു പപ്പായ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ. അപ്പൊ അത് ഒന്ന് നമ്മൾ ചെത്തിയെടുക്കും. പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കുക്കുംബറുണ്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഒക്കെ വെച്ചിട്ട് നമ്മൾക്കൊരു ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രയും വ്ളോഗർമാരാണ് കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ടാണ്. അതെ, എല്ലാവരും വ്ളോഗർമാർ. അവിടുന്ന് തന്നെ നമ്മൾ പറഞ്ഞുതരാം. അത് ST വ്ളോഗിലെ നമ്മുടെ ആകാശിന്റെ അമ്മയാണ്. അമ്മയും മോനും കൂടെയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ആരി എറണാകുളമാണ്. ഇത് നിസാത്ത ദുബായിലാണ്, വ്ളോഗറാണ്. ഇൻസ്റ്റയാണ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഗസൽ ഇൻസ്റ്റയില് ഗസൽ അൽജനു എന്നാണ്. ഓക്കെ, ഗസൽ ഇൻസ്റ്റയില് ഗസൽ അൽജനു എന്നാണ്. ഓക്കെ, സബീന ബ്യൂട്ടി ലൈഫ് വിത്ത് സബീന. റഹീമാസ് വേൾഡ്. വലിയ പാത്രം വേണമല്ലോ. പപ്പായ നമ്മളോടെ കളി. ഒരു വെറൈറ്റി ഡിഷ് നമ്മൾ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ കഴിച്ചോണ്ടിരുന്ന ഒരു സാധനം അല്ലേ? അപ്പൊ നമ്മൾ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണേ. ഉപ്പിട്ട് കൊടുത്തു, പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു, സവാള ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കുരുമുളക് പൊടി പാകത്തിനിട്ടു, കാശ്മീരി മുളക് പൊടി ഇട്ടു. ഇനി നമ്മൾ നമ്മുടെ വിനാഗിരി നമുക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. രാജേച്ചി, നന്നായിട്ട് മിക്സ് ചെയ്തോ. കൈ വെച്ചിട്ട് നല്ല പീച്ചി എടുക്കണം. ഓക്കെ,
ഇത് റിൻസി സ്പെഷ്യൽ. റിൻസി സ്പെഷ്യൽ രാജീസ് കിച്ചൺ ഉണ്ടാവും. കജിജി ഒരു ഇച്ചിരി വായി വെച്ചൊന്ന് നോക്കണേ. പീച്ചൽ ശരിയായിട്ടില്ല, പീച്ച് പറിക്കണം. നല്ല കടുത്തേക്ക് പീച്ചണം. ഇത് കുറവാ ടീച്ചർ. അതെ, ഇനി എന്തെങ്കിലും ഒഴിക്കണോ ഇതില്? ഇനി വേണ്ട, പക്ഷെ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയേ. ഒക്കെ ഉണ്ട്. വിനാഗിരി ഇത്തിരി കൂടി ആവാൻ തോന്നുന്നു. വിനാഗിരി ഒഴിക്കാം. ഓക്കെ, നമുക്ക് വിനാഗിരിയുടെ കുറച്ച് മതി. ഇച്ചിരി ഉപ്പ് കൂടി എടുക്കണ്ടേ? ഓക്കെ, ഇച്ചിരി കൂടെ. മുളക് വേണോ? മുളക് വേണ്ട. ശരി, നന്നായിട്ട് അങ്ങോട്ട് പീച്ചുക. കാലെടുത്ത് എങ്ങനെ വേണേലും പറയാം. എന്റെ ഫോൺ വേണ്ടിട്ടാണോ? അല്ല, ഇത് എനിക്ക് കമലിന്ന് പോയതാ. പിന്നെ രാജേഷ് ഒന്ന് കഴിച്ചു നോക്കിയേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. വാ, ഇത് കിട്ടിയോ? അത് കിട്ടണം. അയ്യോ, കിട്ടിയില്ല. നിനക്കല്ലെങ്കിലും മതിയോ? അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പേരിക്കാന്ന് പറയും. എന്തോ ഈ സാധനം അതെ, ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുലുക്കിക്കോ കറക്കിക്കോ നമ്മുടെ. ഓക്കെ, ഇതിലെന്തൊക്കെയുണ്ടെന്നറിയോ? പപ്പായ, ലെറ്റ്യൂസിന്റെ ഇല, പിന്നെ ഇത് പൈനാപ്പിള്, കുക്കുംബർ പപ്പായ. പപ്പായ. ഓക്കെ, ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് മുളക് പൊടി. ഓക്കെ, ഉപ്പ് വേണ്ടേ? ഉപ്പ് വേണം, ഒരു ലേശം വിനാഗിരി. വേണ്ട, ഉപ്പിട്ടു. വിനാഗിരി ഇച്ചിരി. വിനാഗിരി കഴിഞ്ഞോ? അതാണ് വിനാഗിരിയുടെ പ്ലേറ്റ് ആയിരുന്നില്ലേ അത്? റിമൈൻഡ് ലേറ്റർ കൊടുക്കും. ഡൗൺലോഡ് ചെയ്തോ? ഒരു ഞാൻ ചെയ്തതാ, കുഴപ്പമില്ല. പറ്റിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഫ്രീ ആവും. ഓക്കെ, വാ, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. വാ. കഴിഞ്ഞില്ലല്ലേ? ഓക്കെ, ശിവ എടുത്തെങ്കിൽ ടേസ്റ്റ് ചോദിക്കാം. ഞാൻ കോരി തരാം, ടേസ്റ്റ് കൊടുക്കുന്നത്. നിക്കട്ടാ, ഒന്നും കൂടെ ടേസ്റ്റ് നോക്ക്. ആരെങ്കിലും ഒരാൾ കഴിക്കാൻ പോരാ, ടേസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴേ. എങ്ങനെയുണ്ട്? ആ, ഇത് കറക്റ്റ് കേട്ടോ. മറ്റേ കട്ട് ഫ്രൂട്ട്സിന്റെ ഒരു ചെറിയൊരു റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂല ചേച്ചി? ഫ്രിഡ്ജിലോട്ട് വെക്കാവേ. ഇനിയേ എടി, ആ അടുപ്പ് ഒഴിവാക്കരുത്. നമുക്ക് ആ കൊച്ചിനെ കൊണ്ട് ഈ അപ്പച്ചൻ പൊന്നെടുപ്പിക്കണം. കൈ വേണ്ടേ? കഴിക്കണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗ്രിൽഡ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫംഗ്ഷൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഗ്രിൽഡ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും കഴിക്കണം തോന്നില്ലേ? കുടിക്കോ നമ്മുടെ കൂടെ? അപ്പോൾ നമ്മുടെ ജോൺസ് ചേട്ടൻ എന്താ വെൽക്കം പറയുകയാണ് എല്ലാവർക്കും. പിന്നെ ഇപ്പം എന്താ, എല്ലാവരും ഹാപ്പി അല്ലേ? നിരവധിയായ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ആയാലും ടൂറിസം വകുപ്പിന്റെ ആയാലും നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ ഈ ഭരണത്തിൽ വരുമ്പം ഇവിടെ ഉള്ളത് 3 റിസോർട്ട് മാത്രമാണ്. ഇന്ന് നിലവിൽ ലൈസൻസ് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന 120ഓളം റിസോർട്ട് ഈ 14 വാർഡുകൾ ഉൾപ്പെടുന്ന പഞ്ചായത്ത് പരിധിയിലുണ്ട്. അത് തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമ്പത്തികമായി ശൈശവാസത്തിലായിരുന്നു. ഇന്ന് സ്വയം പര്യാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ നിങ്ങളെയൊക്കെ സഹായത്തിന്റെയും പിന്തുണയുടെയും ഭാഗമായി പഞ്ചായത്തിന് സ്വന്തമായി ഈ ടൂറിസത്തിന് ആവശ്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും പദ്ധതികൾ ഏറ്റെടുത്ത് വിഭാവനം ചെയ്ത് നടത്തുന്നതിനും സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, ഞങ്ങളെ ഈ പൂവാറന്തോട് അതുപോലെ തന്നെ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ മലയോര മേഖലയായ കക്കാടംപൊയില്, നായടംപൊയില് ഇതൊക്കെ നാളെ ഈ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലേക്ക് മാറാൻ നിങ്ങളുടെ പ്രവർത്തനം ഉപകരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, വാർഡ് മെമ്പർമാരുണ്ടായിരുന്നു, കുറേയേറെ ഗസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെയും പ്രതീക്ഷിച്ചതും വിളിച്ചതും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വന്നു. നല്ലൊരു പരിപാടിയായി, വൈബായി.
അപ്പോൾ നിങ്ങൾക്ക് ഒത്തുചേരാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ റിസോർട്ട്. പ്രത്യേകിച്ച് ഒരു വലിയ ഒരു 20-25 പേരൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിന് ഒത്തുചേരാൻ അടിപൊളിയാണ് ഈ സ്ഥലം. അതായത് കോഴിക്കോട് ജില്ലയിൽ പൂവാറന്തോടാണ് ഈ മൗണ്ട് 360 ഉള്ളത്. ഇത് ഈ സാബുചേട്ടനാണ് ഇതിൻ്റെ സംരംഭകൻ. സാബുചേട്ടൻ എല്ലാവർക്കും നന്ദിയൊക്കെ പറയാണ്. അവസാനം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താനുള്ളവരെയും എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്യുന്നു. വീണ്ടും അടുത്ത മീറ്റപ്പിന് വേണ്ടി ഒത്തുകൂടാമെന്നാണ് പിരിഞ്ഞതെല്ലാവരും. ഡ്രീം കേരള മീറ്റപ്പ് എല്ലാ വർഷവും നടക്കാറുണ്ട്. ജോൺസേട്ടനും റിൻസി ചേച്ചിയാണ് മുഖ്യ സംഘാടകർ. അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം.